ഈ പലപ്പോഴും ചിന്നക്കനാൽ വിഷയം വരുമ്പം പറയുന്ന ഒരു 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 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ, ഞാൻ കോൺഫിഡൻ്റ് ആണ്. അത്രയ്ക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ടോ? അല്ല, ഞാൻ നിയമം നമുക്കറിയാലോ. നമ്മൾ നിയമ ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്ന് ഒരാളെക്കുറിച്ച് ഒരാളിങ്ങനെ ഇങ്ങനെ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന കുറ്റം ചെയ്തു, ഇന്ന വലിയ അക്രമം കാണിച്ചു, അതിക്രമം കാണിച്ചു എന്ന് നിരന്തരം സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ആളുകളും അതല്ലെങ്കിൽ അവരുടെ പാർട്ടിയും ഇങ്ങനെ നിരന്തരം പ്രചരിപ്പിക്കുമ്പോൾ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് യു ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് മീ, യു അറസ്റ്റ് മീ. അപ്പോൾ അതിന് നിയമപരമായിട്ട് എനിക്ക് എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുമുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നും പറയുന്നതാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവരിങ്ങനെ പ്രചണ്ഡമായ പ്രചരണം ചുമ്മാ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. വിജിലൻസിന്റെയും റവന്യൂവിന്റെയും ഒക്കെ കണ്ടെത്തലിനോട് എന്താണ് പ്രതികരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ലെറ്റ് ദം ഫയൽ ദെയർ റിപ്പോർട്ട്സ്. അവരിപ്പോൾ വിജിലൻസ് അന്വേഷിച്ച് ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടല്ല വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് ദേ ഷുഡ് ഫയൽ ഇറ്റ് ഇൻ ദ കോർട്ട്, ദെൻ ഐ ക്യാൻ ലീഗലി ഒഫീഷ്യലി റെസ്പോണ്ട് ടു ദാറ്റ്. അതല്ലാതെ ഇവർ വിജിലൻസാരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരെയോടും ഈ നിലയ്ക്കുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തില്ല, ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ആരോടും പറയാറില്ല. അവർ പറയുന്നതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ശരിയാണ്, മാധ്യമങ്ങൾ വിജിലൻസ് പറഞ്ഞതെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ റവന്യൂവിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരതിൻ്റെ ലീഗൽ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ദേ ഹാഡ് സെൻഡ് മീ എ നോട്ടീസ്, ഐ വിൽ റെസ്പോണ്ട് ടു ദാറ്റ് ലീഗലി. അത് അതിൻ്റെ ഒരു വഴിക്ക് പോകും. ഈ മാസപ്പടി വിഷയത്തിലാണല്ലോ കൂടുതൽ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞ് കേരളത്തെ ഇങ്ങനെ ഞെട്ടിച്ചത്. ഇപ്പം എന്താണ് അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക്? ഇനി എന്താണ് ആ വിഷയമായി മുന്നോട്ട് പോകുമ്പോൾ എവിടം വരെ അതിൻ്റെ ഒരു എൻഡ് എവിടെ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഞാനത് വിഷയം കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൽ ചർച്ചയായപ്പോൾ അന്നേരം മുതൽ ഒരു കോണിൽ നിന്നും ആളുകളുടെ ജെനുവിനായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അത്. എനിക്കറിയാം. അപ്പോൾ കേരളത്തിലിങ്ങനെ ഒരുപാട് വിഷയങ്ങളിങ്ങനെ വരും, അവസാനം അതെല്ലാം സെറ്റിൽ ചെയ്ത് അങ്ങനെ പോകും. ഇതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ എങ്ങനെ ആരെ വിശ്വസിക്കും? രാഷ്ട്രീയക്കാരെല്ലാം ഒന്നുപോലെ അല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നിങ്ങളെന്തോരം വിഷയങ്ങൾ വന്നു ഇതുവരെ. അപ്പം ഞാൻ അന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കൊടുത്ത ഒരു വാക്കുണ്ട്. ആ വാക്ക് എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ സത്യസന്ധമായി നടത്താൻ കഴിയുന്ന ആത്മാർത്ഥമായ ഫൈറ്റ് ഇൻ ദ സെൻസ് അത് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ, രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും ഏതറ്റം വരെ പോകാൻ കഴിയുമോ ആ മുഴുവൻ സാധ്യതയും ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 അങ്ങനെ എനിക്കറിയാലോ. അപ്പോൾ അത് ഓരോരോ ഘട്ടങ്ങളിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാസപ്പടി വിഷയം അവസാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ മാസപ്പടി വിഷയത്തിൻ്റെ എൻഡിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. തികഞ്ഞൊരു അഭിഭാഷകൻ കോടതിയിൽ കേസ് നടത്തുമ്പോൾ അങ്ങനെയാണല്ലോ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണല്ലോ പോകുന്നത് അല്ലേ? അല്ല, അതെ, നിയമപരമായിട്ട് നോക്കുമ്പോൾ അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം ഒരുപക്ഷെ അതിനെ ഇങ്ങനെ പിന്തുടരാൻ കഴിയുന്നതെന്ന് തോന്നുന്നു. അതായത് നമുക്ക് അതിൻ്റെ ഒരു ലീഗൽ ഡയമെൻഷൻ കൂടി ഉണ്ടല്ലോ. ആ ലീഗൽ ഡയമെൻഷൻ കൂടി ചേർത്ത് വേണം ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം ബഹളം ഉണ്ടാക്കി, 2 ദിവസം ബഹളം ഉണ്ടാക്കി, 3 ദിവസം ബഹളം ഉണ്ടാക്കി, ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു, ഓക്കെ, നമുക്ക് ആ സാധനത്തിലൊക്കെ നമുക്കൊരു ടെൻഷനൊക്കെ കിട്ടി, അങ്ങനെ അവസാനിപ്പിക്കും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. പീപ്പിൾ വാച്ച് യു വെരി ക്ലോസ്ലി, ഹൗ സിൻസിയർ യു ആർ ഇൻ യുവർ എഫേർട്സ്. അത് ആൾക്ക് മനസ്സിലാവും. അവർ എല്ലാവരും പറഞ്ഞോളുന്നില്ല, ബട്ട് പീപ്പിൾ വിൽ അസസ് യു. അപ്പോൾ ആ നിലയ്ക്ക് ഞാനിതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ മാസപ്പടി നമ്മളിപ്പോൾ ഒരു വാർത്തയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് ഇനി ആരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും കാര്യങ്ങൾ ഡിഗ് ഔട്ട് ചെയ്യാൻ പറ്റിയല്ലോ, ഇത്രയും കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടല്ലോ. നമ്മൾ ആദ്യം പറയുമ്പോൾ അതിനെ പരിഹസിച്ചും പുച്ഛിച്ചും തള്ളിയിരുന്ന CPM ഇപ്പോൾ യഥാർത്ഥത്തിൽ ഡിഫൻസിലാണ്. ഇന്നിപ്പോൾ അവർക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള ധൈര്യമില്ല. ഇപ്പോൾ CPM പാർട്ടിയും CPM പ്രവർത്തകരും ഇതിൻ്റെ യാഥാർത്ഥ്യം വലിയൊരളവ് വരെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും നേതാക്കന്മാരും പാർട്ടിയും ഒക്കെ അങ്ങനെയല്ല എന്ന് പറയുമ്പോഴുള്ള ഒരു ചെറിയ സംശയം മാത്രമേ ബാക്കിയുള്ളൂ. അതും വരും ദിവസങ്ങളിൽ മാറും. ഈ CPM-നെതിരെ മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സഭയിൽ എഴുന്നേറ്റ് നിന്നിങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്നത് ചെറുപ്പക്കാരനാണ് അല്ലേ? അപ്പോൾ അത്രയും CM-നെതിരെ അതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തിരിച്ച് അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഭയങ്കര വൈകാരികമായിട്ടൊക്കെ അദ്ദേഹം പലപ്പോഴും പ്രതികരിക്കാറുണ്ട് സഭയിൽ തന്നെ. അത്തരം പ്രതികരണം ചിലപ്പം വളരെ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാവാറുണ്ട്, ക്ഷുഭിതനാവാറുണ്ട് അദ്ദേഹം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് മനസ്സിൽ പെട്ടെന്ന് തോന്നുക? ഇത് പറഞ്ഞത് ശരിയായോ? ആദ്യമായിട്ടൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നോ വ്യക്തിപരമായിട്ട്? പ്രശ്നം എന്നുള്ളതല്ല,
മുഖ്യമന്ത്രിയിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ അത് സാധാരണഗതിയിൽ അദ്ദേഹം ഇതിനു മുമ്പും പലപ്പോഴും പലയിടത്തും ഈ ശൈലി പ്രയോഗിക്കുന്നത് പിന്നീട് നമ്മൾ ഇതിനു മുമ്പ് എനിക്ക് മുമ്പ് മൂവാറ്റുപുഴയിൽ നിന്ന് MLA ആയിരുന്ന ആളാണ് എൽദോ എബ്രഹാം. അദ്ദേഹത്തിൻ്റെ തന്നെ മുന്നണിയിൽപ്പെട്ട മറ്റൊരു പാർട്ടിയുടെ യുവ നേതാവായിരുന്നു അദ്ദേഹം. ഇതുപോലെ മുഖ്യമന്ത്രിക്ക് എതിരായിട്ടൊന്നുമല്ല, മണ്ഡലത്തിലെ ഒരു വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച വന്നിട്ടുള്ള പോലെ ഒന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാതെ ഇതുപോലെ കോപിഷ്ഠനായി മുഖ്യമന്ത്രി എഴുന്നേറ്റ് അദ്ദേഹത്തെ അപമാനിക്കുന്ന പോലെ സംസാരിച്ചു. മെമ്പർ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് അവിടെ നിർത്തി. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഷയമായിരിക്കും. സമാനമായ അനുഭവം പലപ്പോഴും പലയിടത്തും CM അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ശൈലിയാണത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഊർജ്ജം കൂടുകയോ ചെയ്യുക. എനിക്ക് അങ്ങനെ ഭയന്ന് പിന്മാറുന്ന രീതിയില്ല. ദെൻ ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. അങ്ങനെ നോക്കണല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് അങ്ങനെ പേടിക്കുന്ന സ്വഭാവം എനിക്കില്ല എന്നുള്ളൊരു ഉള്ളിലെ ഒരു അങ്ങനെ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ അങ്ങനെ ഒരു ധാരണയാണുള്ളത്. സോ അത് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ചലഞ്ച് ഹിം. ഞാൻ പറഞ്ഞതിൽ ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാനില്ലാത്ത കാര്യം വെറുതെ ഇപ്പോൾ ഇവിടെ സീവറീസ് പ്രസംഗിച്ചല്ല. സോ എനിക്ക് കൺവിക്ഷനുള്ളൊരു കാര്യമേ ഞാൻ പറയത്തുള്ളൂ. നിയമസഭയിലാണെങ്കിലും കോടതിയിലാണെങ്കിലും മറ്റ് പൊതു മണ്ഡലങ്ങളിലാണെങ്കിലും എൻ്റെ ലൈഫിൽ ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് നമുക്ക് ബോധ്യമുള്ളൊരു കാര്യമേ ഞാൻ പറയത്തുള്ളൂ. ആ ബോധ്യം തെറ്റാന്ന് എനിക്ക് ബോധ്യപ്പെട്ടാടത്തോളം സമയം ഞാനതിൽ ഉറച്ചു നിൽക്കും. ഇതാണ് എൻ്റെ ലൈൻ. മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത് എനിക്ക് ഐ നോ ദ ഫാക്ട്സ്, അല്ലെങ്കിൽ ഞാനത് മുഴുവൻ പരിശോധിച്ചും ഹോംവർക്ക് ചെയ്തു പറഞ്ഞാൽ എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യം പറഞ്ഞിട്ട് അതിനെ മുഖ്യമന്ത്രി ചലഞ്ച് ചെയ്താൽ ഐ ഹാവ് മൈ ഓൾ റൈറ്റ് ടു ചലഞ്ച് ഹിം ബാക്ക്. അപ്പോൾ അതുകൊണ്ടാണെന്നാ ചെയ്യേണ്ട വന്നത്. അപ്പോൾ അതൊരു ഒക്കേഷനായി, 2 ഒക്കേഷനായി, 3 ഒക്കേഷനായി. അപ്പോൾ മൂന്നാമത്തെ വന്നപ്പോഴും ഞങ്ങൾ രണ്ടുപേരുടെയും ശൈലി ഏകദേശം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയായി. നൗ ഹി നോസ് നമ്മളങ്ങനെ ഇട്ടിട്ട് പോകുന്ന കൂട്ടത്തിലല്ലാന്ന് അദ്ദേഹത്തിനും അറിയാം.